മനമേ ചഞ്ചലമെന്തിനായി കരുതാൻ വല്ലഭനില്ലയോ ജയവീരനായി. മനമേ ചഞ്ചലമെന്തിനായി. കൈവിടുകില്ലിനിയൊരു നാളും എന്നു വാക്കു പറഞ്ഞവൻ മാറിടുമോ? കൈവിടുകില്ലിനിയൊരു നാളും എന്നു വാക്കു പറഞ്ഞവൻ മാറിടുമോ? വാനവും ഭൂമിയും പോയാലും വാഗ്ദത്തം സുസ്ഥിരമാം. വാനവും ഭൂമിയും പോയാലും വാഗ്ദത്തം സുസ്ഥിരമാം. മനമേ ചഞ്ചലമെന്തിനായി കരുതാൻ വല്ലഭനില്ലയോ ജയവീരനായി. മനമേ ചഞ്ചലമെന്തിനായി. മനമേ 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 ചഞ്ചലമെന്തിനാ? മുന്നമേ ദൈവത്തിൻ രാജ്യവും നാം അതിനുന്നത നീതിയും തേടിടണം. മുന്നമേ ദൈവത്തിൻ രാജ്യവും നാം അതിനുന്നത നീതിയും തേടിടണം. തന്നിടും നായകനതിനോടെ അന്നന്നു വേണ്ടതെല്ലാം. തന്നിടും നായകനതിനോടെ അന്നന്നു വേണ്ടതെല്ലാം. മനമേ ചഞ്ചലമെന്തിനായി കരുതാൻ വല്ലഭനില്ലയോ ജയവീരനായി. മനമേ ചഞ്ചലമെന്തിനായി. നാളെപ്പറ്റിയുള്ള വിചാരപ്പെടലുകളാണ് മനുഷ്യജീവിതത്തിലെ അസമാധാനത്തിൻ്റെ കാരണം എന്ന് പറയുന്നതിൽ തെറ്റില്ല. നാളെ എന്താണ് സംഭവിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ ഭാവിയിൽ കാര്യങ്ങൾ എങ്ങനെയായിത്തീരും, ഇതൊക്കെയാണ് മനുഷ്യജീവിതത്തിലെ സമാധാനം കെടുത്തിക്കളയുന്നതായ കാര്യങ്ങൾ. മത്തായി എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 33-34 വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ ഈ കാര്യം അവിടെ കാണാൻ സാധിക്കും. അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ, അതോടുകൂടെ ഇതൊക്കെയും നിങ്ങൾക്ക് കിട്ടും. അതുകൊണ്ട് നാളേക്കായി വിചാരപ്പെടരുത്. നാളേക്കായി വിചാരപ്പെടുന്നവരോട് കർത്താവ് പറയുന്നതായ വളരെ ചിന്തനീയമായൊരു കാര്യമാണ് നാം ഇവിടെ വായിച്ചത്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നാളേക്കായി ഏതെങ്കിലുമൊക്കെ സമയത്ത് നാം വിചാരപ്പെടാറുണ്ട്. രോഗികളായിട്ടുള്ളവർ ആ രോഗത്തെ സംബന്ധിച്ച് ചിന്തിക്കാറുണ്ട്, നാളെ ഈ രോഗം എന്തായി മാറും. പരീക്ഷ എഴുതിയിരിക്കുന്നതായ കുട്ടി വിചാരപ്പെടുന്നത് ഞാൻ പരീക്ഷയിൽ നാളെ റിസൾട്ട് വരുമ്പോൾ പാസ്സാകുമോ എന്നുള്ളതാണ്. പഠിച്ചു കഴിഞ്ഞതായൊരു ആൾ വിചാരപ്പെടുന്നത് നാളെ എനിക്ക് ജോലി കിട്ടുമോ എന്നുള്ളതാണ്. ജോലി ചെയ്യുന്ന ആൾ വിചാരപ്പെടുന്നത് നാളെ ഈ ജോലിക്കാര്യങ്ങൾ എങ്ങനെയൊക്കെയായി മാറും, എനിക്ക് പ്രൊമോഷൻ കിട്ടുമോ, എനിക്ക് ശമ്പളം കിട്ടുമോ, ഈ കാര്യങ്ങളാണ്. അങ്ങനെ അങ്ങോട്ട് നോക്കിയാൽ നാളേക്കായി വിചാരപ്പെടാതിരിക്കുന്ന മനുഷ്യരില്ല എന്ന് തന്നെ പറയാൻ സാധിക്കും. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലും മറ്റ് ഇതര അവസരങ്ങളിലുമെല്ലാം നാം വിചാരിക്കുന്നത് നാളെപ്പറ്റിയാണ്. അത് മനുഷ്യ സഹജമാണ്. നാളെപ്പറ്റി വിചാരപ്പെടാത്ത മനുഷ്യരില്ല എന്ന് തന്നെ നമുക്ക് ഉറപ്പിക്കാം. പ്രിയമുള്ളവരെ, പലപ്പോഴും നമ്മുടെ സമാധാനം കെടുത്തിക്കളയുന്നത് നാളെപ്പറ്റിയുള്ളതായ ഈ ചിന്തകളാണ്.
അതുകൊണ്ട് ഈ ഭാവികാല കാര്യങ്ങൾ മനുഷ്യനെ സ്വാധീനിക്കുന്നതാകയാൽ പലരും അത് മുതലെടുക്കുവാനായിട്ട് ശ്രമിക്കാറുണ്ട്. കൈരേഖ നോക്കിയിട്ട് നാളെ എന്ത് സംഭവിക്കും എന്ന് മുൻകൂട്ടി പറയുന്ന ധാരാളം ആളുകളുണ്ട്. മുഖലക്ഷണം നോക്കിയിട്ട് നാളെ എന്താണ് സംഭവിക്കുന്നത്, ഭാവിയിൽ എന്ത് സംഭവിക്കും എന്ന് പറയുന്നതായ ധാരാളം ആളുകളുണ്ട്. അങ്ങനെ കബടി നിരത്തി ഭാവിയിൽ എന്തൊക്കെ സംഭവിക്കാം എന്ന് പറയുന്ന ആളുകളുണ്ട്. അങ്ങനെ ഭാവിയെപ്പറ്റി അറിയുവാൻ മനുഷ്യൻ വല്ലാത്ത ഒരാകാംക്ഷയുള്ള രീതികളാണ് നമുക്ക് നമ്മുടെ ചുറ്റുപാടുകളിൽ കാണാൻ സാധിക്കുന്നത്. നമുക്കെല്ലാവർക്കും നമ്മുടെ ഭാവി എന്തായിത്തീരും എന്നറിയുവാനുള്ളതായ ഒരാകാംക്ഷയുണ്ട്. അതിനെ മനുഷ്യർ വിവിധ രീതികളിൽ മുതലെടുക്കുന്നു എന്ന് മാത്രം. എന്നാൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ അതേപടി നടക്കണമെന്നില്ല. എന്നിരുന്നാലും ഭാവിയെപ്പറ്റി ആരെങ്കിലും പറയുമ്പോൾ അതിൽ താല്പര്യപൂർവ്വം ശ്രദ്ധാപൂർവം കേൾക്കുന്ന ഒരു സ്വഭാവം മനുഷ്യനുണ്ട്. പ്രിയമുള്ളവരെ, നാളെ എന്തായിത്തീരും എന്നുള്ളതിനെപ്പറ്റി നാം വിചാരപ്പെടരുത് എന്ന് കർത്താവ് പറയുകയാണ്. നാം ചെയ്യേണ്ടുന്നത് എന്താണ്? മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക. അതോടുകൂടെ ഇതൊക്കെയും നിങ്ങൾക്ക് ലഭിക്കും. എന്താണ് ലഭിക്കുന്നത്? 31-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, ആകയാൽ നാം എന്ത് തിന്നും, എന്ത് കുടിക്കും, എന്തുടുക്കും എന്നിങ്ങനെ നിങ്ങൾ വിചാരപ്പെടരുത്. ഈ വക ഒക്കെയും ജാതികൾ അന്വേഷിക്കുന്നു. സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് ഇതൊക്കെയും നിങ്ങൾക്ക് ആവശ്യം എന്നറിയുന്നുവല്ലോ. നമ്മുടെ ആവശ്യങ്ങൾ എന്താണെന്ന് സ്വർഗസ്ഥനായ നമ്മുടെ പിതാവ് അറിയുന്നു. അതുകൊണ്ട് നാം ഈ വക കാര്യങ്ങളെപ്പറ്റി വിചാരപ്പെടാൻ പാടില്ല എന്ന് കർത്താവ് പറയുന്നു. നാം എന്ത് തിന്നും, എന്ത് കുടിക്കും, എന്തുടുക്കും, വളരെ പ്രധാനപ്പെട്ടതായ 3 കാര്യങ്ങളാണ്. 25-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, എന്ത് തിന്നും, എന്ത് കുടിക്കും എന്ന് നിങ്ങളുടെ ജീവനായിക്കൊണ്ടും എന്തുടുക്കും എന്ന് ശരീരത്തിനായിക്കൊണ്ടും വിചാരപ്പെടരുത്. അപ്പോൾ നമ്മുടെ ജീവനെ സംബന്ധിച്ച്, അതേപോലെ നമ്മുടെ ശരീരത്തെ സംബന്ധിച്ച് നാം വിചാരപ്പെടാൻ പാടില്ല. നമ്മുടെ ആവശ്യങ്ങൾ എന്താണെന്ന് സ്വർഗസ്ഥനായ നമ്മുടെ പിതാവ് അറിയുന്നു. ആ ദൈവം അതാത് സമയങ്ങളിൽ നമ്മുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് നമ്മെ സഹായിക്കുന്നവനാണ്. നാം ഭാരപ്പെട്ടിട്ട് യാതൊരു പ്രയോജനവുമില്ല. നമ്മുടെ ജീവിതത്തിൻ്റെ ആവശ്യങ്ങൾ നാം യാചിക്കുന്നതിന് മുൻപേ തന്നെ അറിയുന്നവനായ ഒരു പിതാവ് നമുക്കുണ്ട്. മത്തായി സുവിശേഷം 6-ാം അധ്യായം 6-ാം വാക്യത്തിൽ നാം ഇത് വായിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഇന്നതെന്ന് നിങ്ങൾ യാചിക്കും മുൻപേ നിങ്ങളുടെ പിതാവ് അറിയുന്നുവല്ലോ. നമ്മുടെ ആവശ്യങ്ങൾ നാം യാചിക്കുന്നതിന് മുൻപ് തന്നെ കൃത്യമായിട്ട് അറിയുന്ന ഒരു പിതാവ് നമുക്കുള്ളിടത്തോളം നാം എന്തിനാണ് അത് വിചാരപ്പെടുന്നത്? കർത്താവ് അതാത് സമയങ്ങളിൽ നമ്മുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് നിറവേറ്റി തരുന്നവനാണ്. മഴയും മഞ്ഞും ആവശ്യമുള്ളപ്പോൾ നമ്മൾ ആരും പറയാതെ തന്നെ കർത്താവ് അത് നമുക്ക് നൽകി തരുന്നുണ്ട്. നമ്മൾ ആരെങ്കിലും ആവശ്യപ്പെട്ടിട്ടല്ല കർത്താവ് മഴ പെയ്യിക്കുന്നത്. നമുക്ക് എന്താണ് ആവശ്യമെന്ന് കർത്താവിനറിയാം. തക്ക സമയമാകുമ്പോൾ കർത്താവ് അത് നമുക്ക് നൽകി തരുന്നു. എന്നാൽ പലപ്പോഴും നാം വിചാരപ്പെടുന്ന ഒരു തലത്തിലേക്ക് മാറിപ്പോവുകയാണ്. പലതിനെപ്പറ്റിയും നാം വിചാരപ്പെടുന്നു. പലതും എന്തായിത്തീരുമെന്നോർത്ത് നാം ആശങ്കയിലാകുന്നു. പലപ്പോഴും ആ വിചാരപ്പെടൽ നിമിത്തം നാം ക്ഷീണിതരായി രോഗികളായി മാറുന്നു. എന്നാൽ കർത്താവ് പറയുന്നത്, മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ, അതോടുകൂടെ ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടും എന്നാണ്. നാം അന്വേഷിക്കേണ്ടുന്നതായ കാര്യം എന്താണ്? കർത്താവിൻ്റെ രാജ്യത്തെ സംബന്ധിച്ച്, കർത്താവിൻ്റെ നീതിയെ സംബന്ധിച്ച് നാം അന്വേഷിക്കണം. ദൈവകാര്യത്തിന് നാം ഏറ്റവും പ്രാധാന്യം കൊടുക്കണം. 1-ാം സ്ഥാനം അതിന് തന്നെ കൊടുക്കണം. അതിനുശേഷമേ ബാക്കിയുള്ള കാര്യങ്ങളാകാവൂ. ഏറ്റവും പ്രാമുഖ്യം കൊടുക്കേണ്ടുന്നത് ദൈവകാര്യത്തിന്. നമ്മുടെ ജീവിതത്തിലെ 1-ാം സ്ഥാനം നാം അതിനാണ് കൊടുക്കേണ്ടുന്നത്. പ്രിയമുള്ളവരെ, അങ്ങനെ നാം കർത്താവിൻ്റെ നാമത്തിന് 1-ാം സ്ഥാനം നമ്മുടെ ജീവിതത്തിൽ കൊടുക്കുന്നുവെങ്കിൽ ആ ജീവിതം ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. സാധാരണയായി നാം എന്തെങ്കിലും ഒരു കാര്യം ആരംഭിക്കുമ്പോൾ പ്രാർത്ഥനയോടുകൂടെ ആരംഭിക്കാറുണ്ട്. ക്രൈസ്തവ കുടുംബങ്ങളിൽ അത് സർവ്വസാധാരണമാണ്. ഏതൊരു കാര്യം ആരംഭിച്ചാലും നാം പ്രാർത്ഥനയോടുകൂടെ ആരംഭിക്കാറുണ്ട്. കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചാണ് നാം ആരംഭിക്കുന്നത്. ഇന്നത്തെ ദിവസം തന്നെ നാം പ്രാർത്ഥനയോടുകൂടെ ആരംഭിക്കുന്നു.
അതേപോലെ നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ രംഗങ്ങളിലും പ്രാർത്ഥനയോടുകൂടെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് നമ്മുടെ ആവശ്യങ്ങൾ നാം ചെയ്തു തുടങ്ങുകയാണ്. ഒരു വീട് പണിയുന്നതായ സമയത്ത് നാം പ്രാർത്ഥിച്ച് അതിന് കല്ലിടുന്നു. വിവാഹത്തിൻ്റെ സമയത്ത് പ്രാർത്ഥിച്ച് ആ ശുശ്രൂഷ ആശീർവദിക്കുന്നു. അങ്ങനെ അങ്ങോട്ട് നോക്കിയാൽ എല്ലാം പ്രാർത്ഥനയോടുകൂടെ നാം ആരംഭിക്കുന്നു. അങ്ങനെ കർത്താവിൻ്റെ നാമത്തിന് നാം ഒന്നാം സ്ഥാനം കൊടുക്കുന്നു. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ എല്ലായ്പ്പോഴും ഏതൊരു രംഗത്തും കർത്തൃനാമത്തിന് ഒന്നാം സ്ഥാനം കൽപ്പിക്കുന്നുവെങ്കിൽ ആ ജീവിതത്തെ കർത്താവ് അനുഗ്രഹിക്കും. അവിടെയാണ് അനുഗ്രഹമുള്ളത്. അല്ലാത്ത ഒരു ജീവിതം എല്ലാ സമയത്തും ഈ ലോകത്തിൻ്റെ ആവശ്യങ്ങളെ ഓർത്ത് ഭാരപ്പെടുകയും വിചാരപ്പെടുകയും ചെയ്യുന്നതായ ഒരു തലത്തിലേക്ക് മാറ്റപ്പെടുകയാണ്. അതേസമയം കർത്താവിന് ഒന്നാം സ്ഥാനം കൊടുക്കുന്നതായ ഒരു വ്യക്തി ജീവിതം ഏതൊരാവശ്യത്തിൻ്റെ മുഖത്തും അവർ വിചാരിക്കുകയാണ്, കർത്താവ് എനിക്ക് വേണ്ടി കരുതുന്നവനാണ്. എൻ്റെ ആവശ്യങ്ങളുടെ മുഖത്ത് കർത്താവ് എന്നോട് കൂടെ ഉണ്ട്. എൻ്റെ ആവശ്യങ്ങൾ ഞാൻ യാചിക്കുന്നതിന് മുൻപേ അറിയുന്ന ഒരു സ്വർഗീയ പിതാവ് എനിക്കുണ്ട്. അതുകൊണ്ട് ആ കർത്താവ് അതാത് സമയങ്ങളിൽ എൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റി തരുന്നവനാണ്. ഈ പൂർണ്ണമായ ബോധ്യം അവരുടെ ഹൃദയത്തെ നയിക്കുന്നത് കൊണ്ട് സന്തോഷത്തോടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായി ചെയ്യുവാൻ അവർക്കിടയായിത്തീരും. വിചാരപ്പെടാതെ ജീവിക്കുവാൻ അവർക്ക് സാധിക്കും. നാളെപ്പറ്റി ഓർത്ത് ഭാരപ്പെടാതെ ഇരിക്കുവാൻ കർത്താവ് അവരെ സഹായിക്കുന്നു. നാം മാർത്തയെ സംബന്ധിച്ചും മറിയയെ സംബന്ധിച്ചും ചിന്തിക്കുന്നത് പോലെ മാർത്ത പലതിനെ ചൊല്ലി വിചാരപ്പെട്ടും മനം കലങ്ങി വരുന്നതായി കർത്താവ് അവളോട് പറയുകയാണ്. എന്നാൽ മറിയ കർത്താവിൻ്റെ കാൽക്കലിരുന്ന് കർത്താവിൻ്റെ വചനം കേൾക്കുന്നതിലൂടെ അവൾ നല്ല അംശം തിരഞ്ഞെടുത്തതായി നാം വായിക്കുന്നു. ഇന്ന് രാവിലെ പ്രിയമുള്ളവരെ, നമുക്കും അത് തന്നെയാണ് ചെയ്യുവാൻ സാധിക്കുന്നത്. പലതിനെപ്പറ്റി ഓർത്ത് വിചാരപ്പെടാനല്ല ദൈവം നമ്മെ സംബന്ധിച്ച് ആഗ്രഹിക്കുന്നത്. കർത്താവ് നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റിത്തരുന്നവനാകയാൽ സകലവും കർത്താവിൽ ഫലമേൽപ്പിച്ച് സ്വസ്ഥമായി ജീവിക്കുവാൻ ദൈവം നമ്മോട് പറയുകയാണ്. അതുകൊണ്ട് മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കാം. നമ്മുടെ ജീവിതത്തിലെ ഏതൊരു കാര്യത്തിൻ്റെ മുഖത്തും കർത്താവിന് ഒന്നാം സ്ഥാനം കൊടുക്കാം. അവിടുത്തെ സന്നിധിയാണ് ഏറ്റവും വിലയേറിയത്. അതിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഇന്നത്തെ ദിവസം നാം നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ മണ്ഡലങ്ങളിലും അങ്ങനെ കർത്താവിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ജീവിക്കുമ്പോൾ, കർത്താവിൻ്റെ വാക്കുകൾക്കനുസരണമായി നാം നമ്മുടെ ജീവിതത്തെ മുൻപോട്ട് നയിക്കുമ്പോൾ നമ്മുടെ ജീവിതം ഇന്ന് അനുഗ്രഹിക്കപ്പെട്ടതായി തീരും. നമ്മുടെ ആവശ്യങ്ങൾ അതാത് സമയങ്ങളിൽ കർത്താവ് നിറവേറ്റിത്തരും. അങ്ങനെ വിചാരപ്പെടാതെ, നാളെയെപ്പറ്റി വിചാരപ്പെടാതെ സന്തോഷത്തോടെ ജീവിക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അതിനായി ദൈവം നമ്മെ ഓരോരുത്തരെയും ഒരുക്കുമാറാകട്ടെ. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ക്രിസ്തുയേശുവിലൂടെ അതിവാത്സല്യമായി ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവ് നല്ല ദൈവമേ, അനുഗ്രഹകരമായ ഈ പ്രഭാതത്തിനായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. പലപ്പോഴും കർത്താവെ, ഞങ്ങൾ നാളെപ്പറ്റി ഓർത്ത് വിചാരപ്പെടുന്നവരാണ്. ഞങ്ങളുടെ ജീവിതത്തിലെ ഓരോ ആവശ്യങ്ങളുടെ മുഖത്തും അതെന്തായിത്തീരും എന്നോർത്ത് ഞങ്ങൾ ഭാരപ്പെടുന്നു. എന്നാൽ കർത്താവെ, ഞങ്ങളുടെ ആവശ്യങ്ങൾ ഞങ്ങളെക്കാൾ ഉപരിയായിട്ട് ഞങ്ങൾ യാചിക്കുന്നതിന് മുൻപേ അറിയുന്ന ഒരു സ്വർഗീയ പിതാവ് ഞങ്ങൾക്കുള്ളതിനായി ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു. മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക, അതോടുകൂടെ ഇതൊക്കെ നിങ്ങൾക്ക് ലഭിക്കും എന്നരുളി ചെയ്ത കർത്താവിൻ്റെ അനുഗ്രഹീതമായ വാക്കുകൾ വിശ്വസിച്ച് ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. എന്ത് തിന്നും, എന്ത് കുടിക്കും, എന്തുടുക്കും എന്നൊക്കെ ഓർത്ത് പലപ്പോഴും കർത്താവ് വിചാരപ്പെടുന്ന സ്വഭാവം ഞങ്ങളിലുണ്ടല്ലോ. എന്നാൽ അതെല്ലാം മാറ്റിയിട്ട് അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിച്ച് അവിടുത്തെ മുൻപാകെ ഞങ്ങളുടെ ജീവിതത്തെ സമർപ്പിച്ച് കർത്താവെ, അവിടുത്തെ നാമത്തിന് ഒന്നാം സ്ഥാനം കൊടുത്ത് ജീവിപ്പാൻ ഞങ്ങളെ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ശുശ്രൂഷയിൽ സംബന്ധിച്ച് എല്ലാവരെയും ഒന്ന് അനുഗ്രഹിച്ചാട്ടെ. അവിടുന്ന് അങ്ങനെ ചെയ്തതിനായി ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങൾ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. ഞങ്ങളുടെ കർത്താവിൻ്റെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ ധന്യമായ നാമത്തിൽ തന്നെ. ആമേൻ.